ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നിങ്ങളിപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരു വെബ്സൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ജാങ്കോ കോഴ്സ് ഒരു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നതിന് ഈ പ്ലേലിസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്യും. നമുക്കപ്പോൾ ആ കറക്റ്റ് ഓർഡറിൽ ഈ വീഡിയോസ് എല്ലാം കിട്ടും. ഓക്കെ, നമുക്കപ്പം ഈ ഇന്നത്തെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ജാങ്കോ തുടങ്ങുകയാണ്. ജാങ്കോയിൽ പ്രോജക്റ്റ് തുടങ്ങുകയാണ്. ഓക്കെ, നമുക്ക് ആദ്യം ജാങ്കോയുടെ ഒരു ആർക്കിടെക്ചർ ഒന്ന് മനസ്സിലാക്കണം. ജാങ്കോ ഒരു MVP മോഡൽ ആർക്കിടെക്ചറിലാണ് വർക്ക് ആവുന്നത്. ഈ MVP എന്താണെന്ന് ചോദിച്ചാൽ മോഡൽ വ്യൂ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചറാണ്. ഇതിന് മോഡൽ എന്ന് വെച്ചാൽ ഡേറ്റാബേസ് ആണ്. വ്യൂസ് എന്ന് വെച്ചാൽ ഒരു ഫയലാണ്. അതിനകത്ത് നമ്മൾ ഈ റിക്വസ്റ്റ് വരുന്നതിനൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നുള്ള കോഡ് എഴുതുന്ന ഒരു ഫയലാണ്. അടുത്തത് നമുക്ക് ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ UI, നമ്മുടെ കാണുന്ന യൂസർ ഇന്റർഫേസ് ആണ് നമ്മുടെ ടെംപ്ലേറ്റ്. നമുക്കത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് കാണാം. നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാം എടുക്കുന്നത്, നമ്മളിവിടെ ഒരു റിക്വസ്റ്റ് കൊടുത്തു. നമ്മൾ ആ ഇൻസ്റ്റഗ്രാമിൻ്റെ സെർവറിന് ഒരു റിക്വസ്റ്റ് കൊടുത്തു. instagram.com എന്ന് പറയുന്നൊരു പേജ് വേണമെന്ന് പറഞ്ഞ് നമ്മളപ്പോൾ പേജ് ചോദിക്കുമ്പോൾ അവരൊരു ലോഗിൻ പേജാണ് തരുന്നത്. ഈ നമ്മളിപ്പം ലോഗിൻ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ലോഗിൻ പേജ് തരുന്നത്. അപ്പം നമ്മൾ അത് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ വ്യൂസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഈ വ്യൂസ് എന്ന് പറയുന്ന ഫയലിനകത്തുള്ള ഫങ്ഷൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു URL ടൈപ്പ് ചെയ്ത് instagram.com എന്ന് പറഞ്ഞൊരു URL ടൈപ്പ് ചെയ്ത്, അപ്പം URL എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോഗ്ഡ് ഇൻ ആണോ എന്ന് നമ്മുടെ ഈ വ്യൂസ് ആണ് ചെക്ക് ചെയ്യുന്നത്. ആ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ലോഗ്ഡ് ഇൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഇങ്ങനല്ല, നമുക്കൊരു നമ്മളെ ഹോം പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. ലോഗ്ഡ് ഇൻ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു പേജ് വരും. ഇനിയും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഇവിടെ രണ്ട് ഇൻപുട്ട് ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ക്രെഡൻഷ്യൽ ഇൻപുട്ട് ചെയ്ത് ലോഗിൻ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഡേറ്റ നേരെ ചെല്ലുന്നത്, നമ്മുടെ റിക്വസ്റ്റ് നേരെ ചെല്ലുന്നത് നമ്മുടെ വ്യൂസിലോട്ടായിരിക്കും. വ്യൂസിലോട്ടല്ല, നമ്മുടെ URL എന്ന് പറയുന്നൊരു ഫയലുണ്ട്. ആ URLനകത്ത് നമ്മൾ ലോഗിൻ എന്ന് പറഞ്ഞൊരു URL വരും. അങ്ങനെ അതിൽ നിന്ന് റീഡ് ചെയ്യുന്നത് നമ്മുടെ വ്യൂസിലോട്ടായിരിക്കും. വ്യൂസിലോട്ട് ചെന്ന് കഴിയുമ്പോൾ വ്യൂസ് ചെക്ക് ചെയ്യും. നമ്മുടെ ഈ മോഡൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റാബേസ് ആണ്. നമ്മുടെ ഈ ഡേറ്റാബേസിനകത്തോട്ട് ചെക്ക് ചെയ്യും ഇങ്ങനെ ഒരു യൂസർ ഉണ്ടോ എന്ന്. അങ്ങനെ ഒരു യൂസർ ഇല്ലെങ്കിൽ നമുക്കൊരു എറർ മെസ്സേജ് വരും. ആ എറർ മെസ്സേജിൻ്റെ കൂടെ നമ്മളെ സൈൻ അപ്പ് പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. നമ്മളൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം പിന്നെ ലോഗിൻ ചെയ്യാൻ. അങ്ങനെ റീഡയറക്റ്റ് ചെയ്യും. അങ്ങനെ ഇതിൻ്റെ ഒരു ബ്രെയിനായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ വ്യൂസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് ഇങ്ങനൊരു URL ഇങ്ങനൊരു റിക്വസ്റ്റ് വന്നാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് നമ്മുടെ വ്യൂസ് എന്ന് പറയുന്ന ഫോൾഡറല്ല ഫയൽ. അടുത്തത് നമ്മുടെ ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് നമുക്കറിയാം എന്താണ്ട് ഈ UI ആണ്. നമുക്കിപ്പം വ്യൂസിന് മനസ്സിലായി നമ്മൾ ലോഗ്ഡ് ഇൻ അല്ലെന്ന് മനസ്സിലായി. അപ്പം വ്യൂസ് നമുക്ക് തന്ന UI ഈ ലോഗിൻ എന്ന് പറയുന്ന പേജാണ്. ഓക്കെ, നിങ്ങൾക്കപ്പം MVTയുടെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളപ്പം ഇന്ന് തൊട്ട് നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ടെക്സ്റ്റ് യൂട്ടിൽസ് വെബ്സൈറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഞാനപ്പോൾ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ജാങ്കോ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിവിടെ ടെർമിനൽ എടുത്തിട്ട് കോഡെന്ന് ടൈപ്പ് ചെയ്യുക, CODE. അത് കഴിഞ്ഞൊരു സ്പേസ് ഇട്ടിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് എൻ്റർ ഇടുക. എൻ്റർ അടിക്കുമ്പോൾ നമ്മുടെ ജാങ്കോയും പോട്ടെ, നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ആവുന്നുണ്ട്. VS കോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഇനി ഇവിടെ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. നമ്മൾ ജാങ്കോ അഡ്മിൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെ കമാൻഡ്സ് ജാങ്കോയിൽ യൂസ് ചെയ്യാമെന്നുള്ള ഒരു ലിസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമുക്കൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റ് യൂട്ടിൽസ് വെബ്സൈറ്റ് ആണ്. അതിന് ജാങ്കോ അഡ്മിൻ ഇവിടെ കമാൻഡ് ഉണ്ട്, ജാങ്കോ അഡ്മിൻ സ്റ്റാർട്ട് പ്രോജക്റ്റ്. നമ്മളിവിടെ സ്റ്റാർട്ട് പ്രോജക്റ്റ് അടിക്കുക, സ്റ്റാർട്ട് പ്രോജക്റ്റ്. എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് യൂട്ടിൽസ് എന്നുള്ള പേര് അടിക്കുക, ടെക്സ്റ്റ് യൂട്ടിൽസ്. ഓക്കെ, നമ്മളിവിടെ സൈഡിലോട്ട് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഫോൾഡറിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ പേര് ചേഞ്ച് ചെയ്യാം, പക്ഷേ ഈ പേര് ചേഞ്ച് ചെയ്യരുത്, അത് മറക്കരുത്. ഇനി പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ടെർമിനൽ വഴിയാണ് നമ്മുടെ പ്രോജക്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ടെർമിനലിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഫോൾഡറിലാണ്.
അപ്പോൾ നമുക്ക് ഈ manage.py ആക്സസ് ചെയ്യാൻ പറ്റിയാലേ നമുക്ക് നമ്മുടെ പ്രോജക്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ സെർവർ റൺ ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ഈ manage.py ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് ജസ്റ്റ് നമ്മളിപ്പം നിൽക്കുന്ന ഫോൾഡർ നമ്മൾ ഈ URLs നോക്കിയാൽ നമുക്കറിയാം നമ്മൾ ഈ Django ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നിൽക്കുന്നത്. നമുക്കപ്പം ടെക്സ്റ്റ് യൂട്ടിൽസ് എന്ന് പറയുന്ന ഈ ഫോൾഡറിലോട്ട് വരണം. അതിന് ജസ്റ്റ് CD ടെക്സ്റ്റ് യൂട്ടിൽസ് എന്ന് അടിച്ചാൽ മതി. നമ്മൾ ജസ്റ്റ് പകുതി അടിച്ചിട്ട് ടാബ് ഞെക്കി നമുക്കത് ഓട്ടോ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ഈ VS കോഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഹെൽപ്പാണ്, ഒരു ഫീച്ചറാണത്. ഓക്കെ, നമ്മളിനി നമ്മുടെ ഈ ഇതിലോട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ ഫോൾഡറിലോട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പൈത്തൺ manage.py റൺ സെർവർ. നമ്മളിപ്പോൾ ഇവിടെ സെർവർ റൺ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു എറർ കാണിക്കുന്നുണ്ട്, അൺഅപ്ലൈഡ് മൈഗ്രേഷൻസ്. അത് എല്ലാവർക്കും വരും. ഇപ്പം നിങ്ങൾ അതിനെപ്പറ്റി ഇപ്പോൾ ബോധേഡ് ആവണ്ട, കാരണം നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇനി വരുന്ന വീഡിയോസിൽ. നമ്മളിവിടെ Ctrl+ ക്ലിക്ക് അടിക്കുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. സോറി, ഈ ബ്രൗസറിലില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് അടിച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ലോഡായിട്ടുണ്ട്. നമ്മൾ ഇവിടെ നമുക്കൊരു മെസ്സേജ് ഒക്കെ ഉണ്ട് ജാങ്കോയുടെ സൈഡിൽ നിന്ന്. ഓക്കെ, കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞ് നമുക്ക് ഇനി നോക്കേണ്ടത് നമ്മുടെ വ്യൂസ് എന്ന് പറയുന്നൊരു വ്യൂസും URLസുമാണ്. നമുക്കിവിടെ ഇപ്പോൾ വ്യൂസ് എന്ന് പറഞ്ഞൊരു ഫയലില്ല. ഓക്കെ, അതിനു മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. നമുക്കിവിടെ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ജാങ്കോ എന്ന് പറഞ്ഞ് നമുക്കിപ്പം നമ്മൾ കോഡ് എഴുതുമ്പോൾ നമുക്കൊരു സജഷൻസ് ഒക്കെ വരണമെങ്കിൽ നമ്മളിവിടെ ജാങ്കോ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് ഇവിടെ നമ്മൾ ഈ എക്സ്റ്റൻഷൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇനിയും നമ്മുടെ പ്രോജക്റ്റിലോട്ട് വരാം. ഇവിടെ നമ്മൾ urls.py എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിനു മുമ്പുള്ള ഈ സ്ട്രിങ്സ് ഫുൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇത് മൊത്തം ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞ് അടുത്ത് നമുക്ക് വരുന്നത് നമ്മുടെ അഡ്മിൻ എന്ന് പറയുന്നൊരു പാത്ത് ഇവിടെ ഓൾറെഡി ഡിഫൈൻ ആയിട്ടുണ്ട്. ഈ പാത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ടെക്സ്റ്റ് യൂട്ടിൽസ് വെബ്സൈറ്റിന് ഒരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ URL ആണ്. URLനകത്ത് ഇപ്പം നമ്മളിവിടെ ബ്ലാങ്ക് എന്തിനാണ് കൊടുത്തതെന്ന് ഇപ്പം പറഞ്ഞുതരാം. നമ്മളിപ്പം നമ്മുടെ യൂട്യൂബിലോട്ട് വന്ന് യൂട്യൂബിനകത്ത് ഇവിടെ യൂട്യൂബിൻ്റെ ഡൊമൈൻ നെയിം കഴിഞ്ഞൊരു URL കിടക്കുന്നത് കണ്ട. ഈ URL ആണ് നമ്മുടെ ഈ പേജിനെ സെർവ് ചെയ്യുന്നത്. മീൻസ് നമ്മളിപ്പം ഇവിടെ ഇത് കട്ട് ചെയ്ത് കളയുക. നമ്മുടെ ഈ URL നിന്ന് ആ വാല് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു നമ്മുടെ ഹോം പേജിലോട്ട് നമ്മളെ റീഡയറക്റ്റ് ചെയ്യും. നമ്മൾ അതുപോലെ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഒരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനൊരു പാത്ത് നമുക്ക് റിക്വസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതിന് ജസ്റ്റ് views.index എന്ന് പറഞ്ഞ് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു ഇൻഡെക്സ് എന്നുള്ളത് നമ്മുടെ ഫംഗ്ഷൻ്റെ പേരാണ്. നമുക്ക് ഇഷ്ടമുള്ള പേര് നമ്മുടെ ഫംഗ്ഷന് കൊടുക്കാം. നമ്മളപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എറർ വരുന്നുണ്ട്, നമുക്ക് വ്യൂസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇല്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ഫയൽ ക്രിയേറ്റ് ചെയ്യുക, views.py. അങ്ങനെ നമ്മൾ വ്യൂസ് എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ വ്യൂസിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. അതിന് ജസ്റ്റ് from.import views ടൈപ്പ് ചെയ്യുക. ഈ from.import views എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് ഡയറക്ടറിയാണ്. ഈ റൂട്ട് ഡയറക്ടറിയിൽ എന്തുണ്ടെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യൂസ് എന്ന് പറയുന്ന വ്യൂസും പോട്ടെ നമ്മുടെ ഡോട്ട് എന്ന് പറയുന്ന ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ അടുത്തൊരു ആർഗ്യുമെൻറ്റ് നമ്മുടെ ഈ പാത്തിനകത്ത് വരുന്നത് നെയിമാണ്. നമ്മളിപ്പം നമ്മുടെ URLനൊരു പേര് കൊടുക്കണം. നമ്മളിപ്പം ഹോമിന് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ട് നമ്മൾ ഹോം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം ഇങ്ങനെ നെയിം കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ URL ഇഷ്ടംപോലെ വലിയൊരു ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഒന്നാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം യൂട്യൂബിൽ തന്നെ കണ്ടേക്കുന്നത് നമ്മൾ ഇവിടെ നമ്മളൊരു വീഡിയോ എടുക്കുമ്പം ഇവിടെ വേറെ എന്തൊക്കെയാണ് വരുന്നത്, നമുക്ക് പെട്ടെന്ന് അല്ല ചിലപ്പോൾ അത് നമുക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹോം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിമ്പിൾ ഒരു ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ളൊരു നെയിം കൊടുക്കുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ ഹോമിൻ്റെ URL ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു URL ഇപ്പോൾ നമ്മുടെ ഇവിടെ ലോക്കൽ ഹോസ്റ്റ് നമ്മുടെ ഈ ലോക്കൽ ഹോസ്റ്റിൻ്റെ IP അഡ്രസ് ആണ് കാണിക്കുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇപ്പം URL ഒന്നുമില്ല, കാരണം നമ്മൾ ഹോം ആണ് ഡിഫൈൻ ചെയ്തത്. അങ്ങനൊരു റിക്വസ്റ്റ് നമ്മുടെ
ജാങ്കോയ്ക്ക് വരുവാണെങ്കിൽ, നമ്മുടെ ജാങ്കോയുടെ സെർവറിന് വരുവാണെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലോട്ട് അതിനെ റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ വ്യൂസിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇല്ല, അത് നമ്മൾ എഴുതണം. ഡെഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് അതിനെ റിട്ടേൺ നൺ ചെയ്യാം. നമുക്കതിന് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ ജാങ്കോയുടെ സെർവറിലോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു പാത്ത് വരുവാണെങ്കിൽ നമ്മൾ ഇൻഡെക്സിലോട്ട് പാസ് ചെയ്യും. ഇൻഡെക്സിലോട്ട് പാസ് ചെയ്യുമ്പം ഇൻഡെക്സ് അതിനെ ഇവിടെ റിസീവ് ചെയ്യണം. ആ റിസീവ് ചെയ്യുന്നതിന് നമുക്കിവിടെ ഒരു ആർഗ്യുമെൻ്റ് കൊടുക്കണം. റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ആർഗ്യുമെൻ്റ് നമ്മളവിടെ കൊടുത്ത്, അടുത്തതായിട്ട് നമ്മളിവിടെ ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇടുവാണ്. ഫ്രം Django.http ഇമ്പോർട്ട് HTTP റെസ്പോൺസ്. എന്നിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഇത് നമുക്ക് റിക്വസ്റ്റ് തന്നെ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ ഫംഗ്ഷനിൽ എഴുതുന്നത്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് റിട്ടേൺ HTTP റെസ്പോൺസ്, ഒരു HTTP റെസ്പോൺസ് നമുക്കിവിടെ കൊടുക്കാം. നമ്മൾക്ക് പിന്നെ ടെംപ്ലേറ്റ് ഒക്കെ ഇതിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു HTTP റെസ്പോൺസ് ആണ് ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു ഹലോ വേൾഡ് അടിക്കാം. ഇതാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹലോ വേൾഡ് എഴുതി കിടക്കുന്നത് കാണാം. ഓക്കെ, ഹലോ വേൾഡ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒരു പാത്തൂടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ ഒരു കോമ കൊടുക്കാം. ഇതൊരു ലിസ്റ്റാണ്. ഈ URL പാറ്റേൺസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്. നിങ്ങൾക്ക് പൈത്തൺ അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തതായിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു പാത്ത് ഡിഫൈൻ ചെയ്യാം. ഇവിടെ നമുക്കിപ്പോൾ എബൌട്ട് എന്ന് പറഞ്ഞൊരു പാത്ത് വരുവാണ്. ഇപ്പോൾ ഒരു റിക്വസ്റ്റ് വരുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് വ്യൂസിനകത്ത് എബൌട്ട് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ടാവും. ആ ഫംഗ്ഷനിലോട്ട് നമ്മുടെ റിക്വസ്റ്റിനെ റീഡയറക്റ്റ് ചെയ്യണം. അതിന് നമുക്ക് നെയിം കൊടുക്കാം. നെയിം എബൌട്ട്. നമ്മുടെ ഈ പാത്തും നമ്മുടെ നെയിമും നമ്മൾ സ്ട്രിങ്സിലാണ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്തതായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഡെഫ് എബൌട്ട്. അതിനകത്ത് നമ്മൾ റിക്വസ്റ്റിനെ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് HTTP റെസ്പോൺസ് ആണ്. ഇവിടെ നമുക്ക് ഐ ആം ഇൻ ദി എബൌട്ട് പേജ് എന്ന് പറഞ്ഞൊരു റെസ്പോൺസ് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് HTML നമുക്ക് പാസ് ചെയ്യാൻ പറ്റും, HTTP റെസ്പോൺസ് ആയിട്ട്. അതിന് നമുക്ക് ജസ്റ്റ് ഒരു H1 ടാഗ് പാസ് ചെയ്യാം. H1 ഐ ആം ഇൻ ദി എബൌട്ട് പേജ്. നമുക്കിവിടെ H1 ടാഗ് ക്ലോസ് ചെയ്യാം. H1. ഓക്കെ, നമ്മൾ എന്നിട്ട് നമ്മുടെ URLസിൽ ഇപ്പം ഹോം പേജിലാണ് കിടക്കുന്നത്. നമുക്ക് ഈ URLൻ്റെ ഇപ്പുറത്തൊന്നും കാണുന്നില്ല. അവിടെ ജസ്റ്റ് ഒരു / ഇട്ടിട്ട് എബൌട്ട് നിന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. നമ്മളിപ്പം എബൌട്ട് പേജിലാണ് കാണിക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ആ എബൌട്ട് പേജ് ഇവിടെ സെർവ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ URLസും വ്യൂസും റൺ ചെയ്യുന്നത്. നമുക്കിനിയും ജസ്റ്റ് ഒരു കോണ്ടാക്ട് പേജ് കൂടെ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഇവിടെ നമ്മുടെ VS കോഡിനകത്ത് ജസ്റ്റ് Ctrl+D അടിക്കുകയാണെങ്കിൽ അതേ കോഡ് നമുക്കിവിടെ റെപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്കിവിടെ എബൌട്ടിൻ്റെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കോണ്ടാക്റ്റിൻ്റെ ഡിഫൈൻ ചെയ്യാം. കോണ്ടാക്ട് views.contact. നെയിം നമുക്ക് കോണ്ടാക്ട് എന്ന് കൊടുക്കാം. കോണ്ടാക്ട്. നമ്മൾ ഇനി വ്യൂസിൽ വന്നിട്ട് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഡെഫ് കോണ്ടാക്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ റിക്വസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാം. പാസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫംഗ്ഷനകത്ത് റിട്ടേൺ HTTP റെസ്പോൺസ്. ഇതിനകത്ത് നമുക്കൊരു ആങ്കർ ടാഗ് പാസ് ചെയ്യാം. href അസൈൻ. നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഹോം പേജിലോട്ട് ചെല്ലണം. നമ്മുടെ ഹോം പേജിലോട്ട് പോകാനുള്ള URL കൊടുത്ത്, ഇപ്പം ഇങ്ങനെ ഞാനൊരു / കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഹോം പേജിൽ നമ്മളിപ്പോൾ നമ്മുടെ URL നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലിങ്ക്, ഇവിടെ ഒരു പാത്തുണ്ട്. ഈ പാത്ത് ഇവിടെ നിന്ന് കട്ടായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു
ഫോർവേഡ് സ്ലാഷ് മാത്രം കൊടുത്തത്. അതിനുശേഷം ഇവിടെ ഒരു നമുക്കിവിടെ ആങ്കർ ടാങ്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ബാക്ക് ടു ഹോം പേജ് എന്ന് കൊടുക്കാം. ബാക്ക് ടു ഹോം പേജ് ഫ്രം കോണ്ടാക്ട് പേജ്. ഓക്കെ, നമുക്കിനി നമ്മുടെ കോണ്ടാക്ട് പേജ് ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം. കോണ്ടാക്ട് ഓക്കെ, ഇവിടെ നമുക്ക് ബാക്ക് ടു ഹോം പേജ് ഫ്രം കോണ്ടാക്ട് പേജ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹോം പേജിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.